പറഞ്ഞു വന്നത് പുള്ളി അന്ന് തൊപ്പി വന്ന് ഇടപെട്ടു. ആ ഫ്ലാറ്റിലുള്ള സമയത്ത് അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ജിനി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാ, നീ ക്ഷമിച്ചേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മള് തൊപ്പിയുടെ അച്ചായൻ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോക്കകത്ത് ഇതേ അച്ചായന്റെ ബന്ധു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ അതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പറയുന്നത് പ്രകാരം ഈ അച്ചായൻ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്നും കുറെ ആൾക്കാർ അതിന് പൈസ തട്ടിച്ചിട്ടുണ്ടെന്നും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പരാമർശിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളിയുടെ മുൻ കാമുകിയെന്നോ എക്സ് ലവറെന്നോ അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഇവർ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേ ഫ്രണ്ട് തന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അച്ചായനെ പറ്റി. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് കുറച്ച് ആൾക്കാർ വരുന്നു, ആരാണ് ഈ അച്ചായൻ, അവിടെ ഇവിടെ കുറെ കാണുന്നുണ്ട്, ഇയാളെ പറ്റിയിട്ട് നമുക്ക് അറിയത്തില്ല ആരാണെന്ന് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊപ്പിയിൽ MRZ തൊപ്പി ലൈവ് സ്ട്രീമർ തൊപ്പിയുടെ സന്തത സഹചാരിയായിട്ട് കുറച്ച് നാൾ നടന്നിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ഇടയ്ക്കൊക്കെ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ കാണുന്ന അതേ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന അച്ചായൻ തന്നെയാണ് ഈ അച്ചായന്. ഓക്കെ, അപ്പൊ പുള്ളിനെ കുറച്ചുകൂടെ മനസ്സിലാക്കണം. പുള്ളിയുടെ Instagram ID ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. സോജൻ വർഗീസ് ഏഞ്ചൽ എന്നാണ് കൊടുത്തേക്കുന്നത് പേര്. സോജൻ വർഗീസ് എന്നാണ് പുള്ളിയുടെ പേര്. ഏഞ്ചൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഏഞ്ചൽ ബേബി എന്ന് വിളിക്കും നമ്മുടെ അച്ചായനെ. അപ്പൊ പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആണ്, ആക്ടറാണ്. ഏത് സിനിമയിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, എസ്തർ ഗ്ലോബൽ എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തേക്ക്. ഇതൊക്കെ ഉള്ളതാണോ നമുക്കറിയത്തില്ല, തമ്പുരാൻ അറിയാം. ഇനി ഒരു ലേഡിയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്കിന് അച്ചായനും ഈ ഒരു ലേഡിയും തമ്മിൽ പരിചയപ്പെടുന്നത് ഇവർ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴത്തേക്കിന് ഈ ഒരു ലേഡിയുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും ഈ ഒരു ലേഡിയുടെ നമ്പർ വാങ്ങിച്ച് പിന്നീട് കോൺടാക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം, സുറ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ചാറ്റിലായി. പിന്നീടാണെങ്കിൽ തന്റെ അമ്മയെ, സുഖമല്ലാതെ നിൽക്കുന്ന ആ ഒരു അമ്മേനെ ആണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിക്കാരി തന്നെ പറയുകയായിരുന്നു ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നേരെ അച്ചായന്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് എത്തിയതിനു ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പുള്ളിക്കാരി എന്നോട് സംസാരിക്കുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഒരു സംശയം, നമ്മൾ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോൺടാക്ട് പുള്ളി നമ്മുടെ അടുത്ത്, അതായത് നമ്മളിങ്ങനെ ഭരിക്കത്തില്ല, ഇങ്ങനെ അത് ചെയ്ത് ഇത് അങ്ങനെ ചെയ്ത് നിന്നെ ഫോണിൽ ഇങ്ങനെ ഫോൺ വരരുത് എന്നുള്ള രീതി. നമ്മൾ ചേട്ടാ അത് പറ്റത്തില്ല, എന്റെ ഫ്രണ്ട്സ് വിളിക്കുക, എന്റെ ഫാമിലി അതെന്റെ ഇഷ്ടമല്ല, അത് ചേട്ടനോട് പറയണ്ട, വീട്ടിൽ ഇരിക്കുന്ന ചേട്ടന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇല്ല അങ്ങനെ പറ്റത്തില്ലൊന്നുമില്ല. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് താറയിലോട്ട് ഒരൊറ്റ അടി, എന്റെ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ കിടന്ന് ഭയങ്കര കരഞ്ഞു, എനിക്ക് അങ്ങ് വിറച്ചു പോയി, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇത്. അപ്പോൾ അവർ അമ്മ ചോദിച്ചു എന്തുവാണ് നീ കാണിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നോർമൽ ടോക്ക് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ എനിക്ക് വീട്ടിൽ വിളിക്കുക, അവർ ടെൻഷൻ അടിക്കും, ഒന്നാമത് ഇങ്ങനെ എനിക്ക് ടെൻഷൻ അടിക്കും, എനിക്ക് എങ്ങനെ എൻ്റെ ഫോൺ ശരിയാക്കി അല്ലെങ്കിൽ എനിക്ക് ആളെ എൻ്റെ ഫോൺ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എറണാകുളത്തുള്ള മൊബൈൽ കെയർ ഒരു ഷോപ്പുണ്ട്, അതിലെ താജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, അവൻ്റെ ഫ്രണ്ടാണ്. ആ പുള്ളിക്കാരൻ്റെ ഷോപ്പിൽ പോകുന്നു, ഫോൺ പുതിയത് വാങ്ങിച്ചു തരുന്നു. വേറെ ഭയങ്കര പിന്നെ പുള്ളി ടെൻഷൻ പറഞ്ഞു. ഞാൻ എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു, ആ പുറത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയാക്കി ചെയ്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിട്ടു. ചിലപ്പോൾ പോട്ടെ, അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നോർമലി പുള്ളി എനിക്ക് അവിടെ പോയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചു തരുന്നു. കാരണം എൻ്റെ ഫോൺ പോയിട്ടല്ല, ഞാൻ അങ്ങനെ ഔദാര്യം വാങ്ങിച്ച ഫോണൊന്നുമില്ല. പുള്ളി പറയുന്നതൊക്കെ അങ്ങനത്തെ ഡയലോഗുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നന്നാക്കി തന്നാൽ മതി. പക്ഷേ പുള്ളി എനിക്ക് വേറൊരു ഫോണായിട്ട് വാങ്ങിച്ചു തന്നു, അതും കടവായിട്ട് അവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. പൈസ റെഡി ക്യാഷ് ഒന്നും. ഇന്നും ആ ചെക്കൻ എന്നെ കാണുമ്പോൾ എന്നോട് വിഷമം പറയും പുള്ളി. അതെ, ഇന്നും ആ ചെക്കൻ കാണുമ്പോൾ ചേച്ചിയുടെ അടുത്ത് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിനു എന്നാണ് ഈ ഒരു ചേച്ചിയുടെ പേര്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരി വന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ല, അതായത് ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഹോം നേഴ്സായിട്ട് ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിന് അവിടുത്തെ ഈ ഒരു കാപാലികൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കണ്ടേ സ്ഥലം അത്ര പന്തിയുള്ള സ്ഥലമല്ല എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒരു അമ്മയെ നോക്കാൻ പോയ സ്ഥലത്തേക്ക് അങ്ങനെ നോക്കാൻ വരുന്ന ആളുടെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് അതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു കാര്യത്തിനൊക്കെ ആണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട്, നമ്മളിപ്പോൾ മനുഷ്യന്മാരാണ്, തെറ്റൊക്കെ ആർക്കും സംഭവിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു തെറ്റ് കണ്ടപ്പോൾ ക്ഷമിച്ചു. അപ്പോൾ ഒരു തെറ്റൊക്കെ ആർക്കും സംഭവിക്കുക, അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ക്ഷമിച്ചിട്ട് വീണ്ടും പുള്ളിക്കാരി ആ ഒരു വീട്ടിൽ തുടരുകയാണ്. തുടർന്നതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചേക്കുന്നുള്ളത് നിങ്ങൾ ഇതിന് കേൾക്കണം. ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പുറകെ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പം എന്റെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുന്ന അറിയാലോ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എന്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം എന്ന് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ചു നേരം ഞാൻ ഇരുന്ന് പോയി. ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ അവരമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു, അങ്ങനെ എങ്ങനെയാണെന്ന്. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അർത്ഥത്തിലാണ് എന്നെ അടിച്ചെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. അതെ, ഇമ്മാതിരി അടിയാണ് പുള്ളിക്കാരി അടിച്ചേക്കുന്നത്. ആദ്യം ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു, അത് പുള്ളിക്കാരി ക്ഷമിച്ചു. അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ഒരു അമ്മാതിരി അടി അടിച്ച് ഡൊമസ്റ്റിക് വയലൻസ്, ഇതിനൊക്കെ എതിരെ കേസ് കൊടുക്കണ്ടേ? അങ്ങനെ കേസ് പക്ഷേ പുള്ളിക്കാരി കൊടുത്തില്ല. ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചു ആ ഒരു വീട്ടിൽ നിൽക്കായിരുന്നു. പക്ഷെ ഇവർ സ്റ്റിൽ ഫ്രണ്ട്സ് ആയിരുന്നു, അമ്മയെ നോക്കാൻ വന്നേക്കുന്ന ഹോം നേഴ്സ് ആയിരുന്നു. പക്ഷെ എന്തിനായിരിക്കും ഇതൊക്കെ അടി കൊണ്ടിട്ടും പിന്നെ അവിടെ സഹിച്ച് ക്ഷമിച്ച് നിന്നത്? എന്താണെങ്കിലും പുള്ളിക്കാരി പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാം. കാണിക്കാൻ ആര് കോൾ വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക. അപ്പം ഞാനെന്നല്ല, നോർമൽ ആര് പുള്ളിയുടെ ഫോൺ വിളിച്ചാലും ഓൾറെഡി കോൾ റെക്കോർഡറാണ് ഫോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ഓരോ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് നോക്കുക. ആര് വിളിച്ചാലും പുള്ളി ചെയ്യുന്ന ഒരു പരിപാടി അതാണ്. അത് സത്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ പുള്ളി കുറെ നാൾ മുന്നേ ആണെങ്കിൽ പുള്ളിയുടെ അമ്മയ്ക്ക് വയ്യ സുഖം ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിലാണെങ്കിൽ ഫസ്മിന സക്കീർ ഇയാൾക്ക് വേണ്ടി ഇയാളുടെ അമ്മയ്ക്ക് വേണ്ടി ഡൊണേഷൻ ചോദിച്ച് വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്മിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ് ഈ പുള്ളി തന്റെ ചാനലിൽ കൂടെ ആണെങ്കിൽ ഇത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മറ്റേ സെന്റി BGM ഒക്കെ കയറിയിട്ട് എന്റെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ്, ഫസ്മിന സക്കീർ എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തില്ല എന്തൊക്കെ പറഞ്ഞുകൊണ്ട് സാഡ് BGM ഒക്കെ കുത്തി കയറിയിട്ട് പുള്ളി അങ്ങനെ കുറെ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഭയപ്പെടണം. ഏതൊരു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പേടിക്കണം. അയാൾ റെക്കോർഡ്
ചെയ്ത് വെച്ച് എന്തൊക്കെ കാണിക്കും നമുക്ക് പറയാൻ പറ്റൂല. ഇരിക്കുന്ന സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഫോട്ടോ എടുത്തത് അതാണ് ഈ പുള്ളി കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് അത് സംഭവിച്ചത്. എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് റിയാക്ട് ഉടനെ ചെയ്തത്. മനസ്സിലായി? അതെന്നെ പരിപാടി അച്ഛാ നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ സെറ്റിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന പറയുമ്പോഴത്തേക്കിന് ആ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ നമുക്കൊന്ന് നോക്കാം. അല്ല, അച്ഛൻ ഇത്രയും കിടിലമായിട്ടൊക്കെ ഇത് ആര് എഡിറ്റ് ചെയ്തത്? നമുക്ക് ഒറിജിനലേ വെല്ലുന്ന പോലത്തെ ഉള്ളൊരു രീതിയിലാണ് ഇവര് ഇങ്ങനെ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആരാണെങ്കിലും ഭയങ്കര സ്കില്ലുള്ളയാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കുമല്ലേ. അപ്പം ഈ രീതിയിലൊക്കെയാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോ പുള്ളി ആദ്യമായിട്ട് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബർത്ത്ഡേയുടെ അന്നാണെങ്കിൽ പുള്ളി ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു തൊപ്പി തന്നെയാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ കേക്കൊക്കെ മുറിക്കുന്നതിനിടയ്ക്കാണ് തൊപ്പിയാണ് ഇങ്ങനെ ചോദിക്കുന്നത്, എന്ത് വെച്ചാൽ ഇതൊന്നും മറക്കാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി തന്നെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് എന്നാലും എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര മോശമായി പോയി കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് പുള്ളി അന്ന് തൊപ്പി വന്ന് ഇടപെട്ടു. ആ ഫ്ലാറ്റിലുള്ള സമയത്ത് അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു, ജിനി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാ, നീ ക്ഷമിച്ചേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോകണം എന്നുള്ള രീതി ഞാൻ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അവരുടെ അമ്മ എല്ലാവരും കൂടെ പിന്നെയും കാല് പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കുക, പുള്ളി ആവശ്യമില്ല. ഞാൻ പറയും എനിക്കിത് കേട്ട് നിൽക്കേണ്ട കാര്യം എനിക്ക് ഇവിടെ ഇല്ല, ഞാൻ ആരുമല്ല, ഇവരെ ആരുമല്ല, ഞാൻ എനിക്കിതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല, ഇനി നീ ഒന്ന് ക്ഷമിച്ചേക്ക്, ഞങ്ങൾ ഇടപെട്ടോളാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഞാനും ഇടപെടത്തില്ല, നിങ്ങളുടെ ഇങ്ങനത്തെ ഫാമിലി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടും. ഫാമിലി കാര്യം മീൻസ് ഇങ്ങനത്തെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസിൽ അവൻ ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ അവൻ പുള്ളിക്കാരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നു, വലിയ ഷൗട്ടിംഗ് ഒന്നും ഇല്ല, നോർമലി ഉള്ള ഞാൻ അവരുടെ കാര്യം നോക്കുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഇത് തന്നെ അത് പറഞ്ഞേ, ഈ ചിലവരുണ്ടല്ലോ എത്ര പഠിച്ചാലും അവരുടെ സ്വഭാവം എത്ര മറക്കാൻ നോക്കിയാലും അത് പുറത്ത് വരും എന്നുള്ളത് കറക്റ്റ്, അതെനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. എത്ര കിട്ടിയാലും പഠിക്കത്തില്ലേ. ആദ്യം ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു, പിന്നെ പുറന്നെടുക 2 പൊട്ടിയിട്ട് തന്നു, എന്നിട്ടും അത് മനസ്സിലാക്കിയിട്ട് ഇയാൾ ഇത്രയും ക്രൂവലായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നേരെ പോയി കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ അവിടുന്ന് പോകുമെന്നും അല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്. എത്ര കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? എന്നിട്ട് തൊപ്പി തന്നെ വന്ന് പറയാണ്, ഇതിന്റെ ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ട് ഇന്ന് പറയാണ് ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല, ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കുറച്ച് ദിവസം ആണെങ്കിൽ അച്ചായനൊന്ന് ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ ഇത്രയും ഇതാകാനും മാത്രമായിട്ട് നിങ്ങളുടെ ആ ഒരു അച്ചായന്റെ അമ്മേനെ നോക്കാൻ വന്നിട്ടുള്ളതല്ലേ അവിടെ? ഒരു ഹോം നേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും സഹിച്ചും ക്ഷമിച്ചും അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? നിങ്ങൾക്ക് നേരെ പോയിട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമല്ലോ. തൊപ്പി ഇപ്പോൾ വന്ന് പറഞ്ഞു, തൊപ്പിയാണോ നിങ്ങളുടെ കാര്യത്തിലെല്ലാം ഇങ്ങനെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? അറിയാൻ പറ്റുന്നുണ്ട് കാര്യം ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ്. പുറന്നെടുത്ത് അടി കിട്ടി കരച്ചോണ്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വൈഫ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നത്. നോർമലി പുള്ളിയുടെ എന്ന് വെച്ചാൽ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുന്ന പോസ്റ്റും എന്റെ വൈഫി വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് വിടുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന നോർമൽ നമ്മളിങ്ങനെ ഒരു ഷോപ്പിന്റെ കാണുമ്പോൾ എടുക്കില്ല, അതുപോലൊക്കെ ഉള്ള ഒരു വീഡിയോസ് അതിനെ എടുത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ക്യാപ്ഷൻ ഇടുക. എന്നാൽ ഇത് എവിടെ ചായ കുടിക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കും. മൈ സ്വീറ്റ് ഹാർട്ട് എന്നും ഒക്കെ പറഞ്ഞിട്ട് പുള്ളി ക്യാപ്ഷൻ കൊടുത്തേക്കുന്നതാണ്. അല്ലെങ്കിലും ഒരു ചായ കുടിക്കാനെ കൊണ്ട് ചായക്കട തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ട്രാഫിലാക്കുമെന്ന് പറയത്തില്ലേ, അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം. ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയും എന്റെ അമ്മയാണ് എനിക്കെല്ലാം, ഇപ്പോഴും പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എനിക്കെല്ലാം. ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ പുള്ളിക്കാരത്തി വയ്യ എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുത്തുന്ന ഒരു മോനാണിത്. സത്യം പറഞ്ഞാൽ പുള്ളി പേടിപ്പിച്ചിരുത്തുക പറഞ്ഞില്ല, അതുപോലെയാണ് ആ പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. പുള്ളിക്കാരുടെ സ്വഭാവം എൻ്റെ അഭിപ്രായത്തിൽ, എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് വളരെ മോശമാണ്. ഒരമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോഴും അതിനകത്തുള്ള ആ ഒരു വോയിസ് ക്ലിപ്പില്ല, അതായത് അച്ചായന്റെ ബന്ധുവാണ്, അച്ചായന്റെ അമ്മാവന്റെ മകളെ കിട്ടിയേക്കുന്ന ഒരു വ്യക്തിയാണ് വന്ന് സംസാരിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ പുള്ളിയും പറഞ്ഞേക്കുന്ന കാര്യം ഇതായിരുന്നു, അച്ചായൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടി നിൽക്കുന്നത് അച്ചായന്റെ അമ്മയാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്റർവ്യൂസിനകത്തൊക്കെ നോക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി ഒരു പാവം പിടിച്ചൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആൻഡ് റിയൽ ലൈഫും രണ്ടും രണ്ടാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതിന് വേണ്ടിയിട്ട്, കാരണം എന്ത് വന്നാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ ഇറങ്ങിയതാണ്. എന്ത് വന്നാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയേക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മീഡിയാസിന് മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞു മെഴുകാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരാള് തന്നെ വീട്ടിൽ വെച്ചാണെങ്കിൽ ഇതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് പുറന്നെടുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു, പിന്നെ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് തന്റേതായിട്ടുള്ള പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ പബ്ലിക് ആക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി തിരിച്ചൊരാൾ ലീഗലി മൂവ് ചെയ്യല്ലേ ചെയ്യേണ്ടത്? അല്ല മീഡിയസിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞു മെഴുകുന്നുണ്ട് എന്താണ് എനിക്കറിയില്ല. അങ്ങനെയാണ് ഒരു പ്രോപ്പർ വേ. താമസം മാറ്റി അത്രേ ഉള്ളൂ. പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ, പിന്നെ ഈ പുള്ളി ഇപ്പൊ ഇതിനകത്തെല്ലാം പറയുന്നുണ്ട് ഞാൻ അവർക്ക് അത് വാങ്ങിച്ചു കൊടുത്തു ഇത് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് തരണം, അത് എനിക്ക് വായി വശിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കയ്യിലെ മുടക്കി എനിക്ക് ഒന്നാമത് പൈസ ഒന്നും തരുന്നില്ല അങ്ങനെ. അപ്പൊ എനിക്ക് അവിടെ വെക്കുന്ന ഫുഡ് കഴിക്കല്ല, പുറത്ത് പോയിട്ട് അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നിന്ന് മുടക്കാനുള്ള, എന്നാ പിന്നെ എനിക്ക് ആ ജോലിക്ക് നോക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, എന്റെ കയ്യിൽ നിന്ന് മുടക്കാനാണെങ്കിൽ. പേയ്മെന്റ് പോലും ഇല്ലാതാണ് ഇത്രയും നാൾ അവിടെ അമ്മയെ നോക്കാൻ ഹോം നേഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് ആണല്ലോ, ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് പേയ്മെന്റിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ വായി ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ല, അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചു. എനിക്ക് അറിയാമല്ലോ തന്നെ ചോദിക്കുകയാണ്, പേയ്മെന്റ് പോലും ഇല്ലാതെ അയാളുടെ അടിയും തൊഴിയൊക്കെ കൊണ്ടിട്ട് എന്തിനാ ആ ഒരു വീട്ടിൽ ഇങ്ങനെ ഗതികെട്ട് കഴിഞ്ഞത്? എനിക്ക് മനസ്സിലാവണില്ല. എന്താ കഥ? അറിയാവുന്ന ആർക്കെങ്കിലും ഇതിനെവരുടെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലാവണില്ല.
ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അജയന്റെ അമ്മ വന്നിട്ട് പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു 10 ലക്ഷം രൂപ ഞാൻ അവരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഈ ഒരു 10 ലക്ഷത്തിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള ഇവരുടെ ഒരു വീടുണ്ടായിരുന്നു, അത് സെയിൽ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഭാഗമായിട്ടുള്ള ഒരു പൈസയായിരുന്നു ഈ ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ കുടുംബക്കാരുമായിട്ട് അത്ര രസത്തിലൊന്നും അല്ല ഇവർ പോകുന്നതൊക്കെ ഈ ഒരു ലേഡി തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു 10 ലക്ഷം രൂപ നമ്മുടെ അച്ചായന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ദൂർത്തടിച്ച് കളയും, അങ്ങനെ ഒരു വ്യക്തിയാണ്. കാര്യം 2000 രൂപയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കുന്നത് എന്നുള്ളതിലേക്ക് പുള്ളിക്കാർ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അച്ചായന്റെ ഇങ്ങനെ ദൂർത്ത് കാരണം പൈസ അങ്ങനെ വെറുതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു അമ്മ തന്നെ ഈ ഒരു ലേഡിയുടെ കൊടുത്തിട്ടുള്ള ഈ ജിന്നു എന്ന് പറഞ്ഞ ഈ ഒരു ചേച്ചിയുടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനുശേഷം പുള്ളിക്കാരി തന്നെ നേരെ ഇതേ അച്ചായന്റെ തന്നെ തിരിച്ചു കൊടുക്കായിരുന്നു. അതിനുശേഷമുള്ള കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്. ഈ പൈസ അവർ അമ്മ ഓഫീസിന്റെ എന്റെ കൈ തന്നു, മോള് സേഫ് ആയിട്ട് ഒന്ന് പിടിച്ചോടേന്ന് പറഞ്ഞു. ഞാൻ ശരിയമ്മ, കാരണം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അവരോട് തന്നെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. എൻ്റെ തന്നു ഒരു മോളെ ഞാൻ ഭദ്രമായിട്ട് തന്നെ പിടിച്ചു, അവിടെ ചെന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു ഈ അമ്മ തന്നെയാണ് പറയുന്നത് ഈ സോജന്റെ കൊടുത്താൽ മതി. ഈ സോജന്റെ കൊടുക്കുന്നു, സോജൻ കൊണ്ട് അവർ അൽമാരി കൊണ്ട് സേഫ് ആയിട്ട് വെക്കുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഈ പൈസ അങ്ങനെ കൊടുക്കുന്നു, അവിടെ പോകുമ്പോൾ അങ്ങനെ എണ്ണുന്നു, ഇങ്ങനെ എണ്ണുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. പുള്ളി തന്നെ അനാവശ്യ എക്സ്പെൻസ് ആക്കിയിട്ട് പുള്ളി കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു കിട്ടിയേക്കുന്ന 10 ലക്ഷം രൂപയില്ലേ, അത് പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തു. അത് പിന്നീട് സോജൻ എന്ന് പറയുന്ന ഈ അച്ചായന്റെ കയ്യിൽ പുള്ളിക്കാരി തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിൽ നിന്ന് തന്നെയാണെങ്കിൽ പുള്ളിക്കാരി സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 1 ലക്ഷം രൂപ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ കുറച്ച് ഹെൽപ്പ് ചോദിച്ചു. എനിക്കൊരു 1 ലൈക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഉള്ള കാര്യം ഉള്ളതെന്ന് പറയും. പക്ഷേ ഈ പൈസ ഈ വീട് വിറ്റു എന്ന് പറഞ്ഞാൽ ആ പൈസ ആ സമയത്താണ് ഈ 1 ലൈക്ക് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, അമ്മയ്ക്കും എല്ലാവരും. ഞാൻ അപ്പോഴും പറഞ്ഞു വാങ്ങിക്കുന്നത്. ഞാൻ അപ്പോഴും ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് എനിക്കൊരു പേഴ്സണൽ ലോൺ ആക്കി എങ്ങനെയും അറിയുന്നവരുണ്ടോ, കാരണം പുള്ളിയുടെ കോൺടാക്ട് എന്ന് വെച്ചാൽ വലിയ അങ്ങ് ലോകത്തില്ലാത്ത കോൺടാക്ട് എന്നുള്ള സംസാരം. അപ്പോൾ ഞാൻ അത് വെച്ച് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പേഴ്സണൽ ലോൺ ആയിട്ട് എങ്കിലും എടുത്ത് തരാൻ പറ്റുമെങ്കിൽ അത് ഉപകാരമായിരുന്നു. അപ്പോൾ ഇല്ല, ഞാൻ വീട് വിറ്റത് ഞാൻ തരാം, നീ തിരിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. നമുക്ക് ശരി, അങ്ങനെയാണ് ഈ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് പുള്ളി എന്നെ വേറെ രീതിയിൽ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ അത് ഇപ്പോഴും ഞാൻ പറയുന്നു, അത് എനിക്കൊരു ജോലി കിട്ടിയാൽ അതിന് മുമ്പേ കൊടുത്താൽ എനിക്ക് ചുമ്മാ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ അവന്റെ മുഖത്ത് നോക്കിയാൽ പൈസ വലിച്ചു കൊടുക്കും. പിന്നെ അല്ല, ജോലി കിട്ടിയ പൈസ ഞാൻ എറിഞ്ഞു കൊടുക്കും, മേടിത്തോട് പോളാ അച്ചായെന്ന് പറഞ്ഞോട്ട്. പിന്നല്ല, അത്രേ ഉള്ളൂ. 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തു. അപ്പൊ അത്രയും വലിയ ഓക്കെ, എന്തായാലും പേയ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹായം സ്വീകരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ചേച്ചി, ആ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞില്ല. ആ ചേച്ചി എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു വൈഫാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നല്ല ചേച്ചി വൈഫല്ല, ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരി ചോദിച്ചാണ്. ഞാൻ നല്ല ചേച്ചി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. അപ്പോൾ ഞാൻ നല്ല. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പേരിൽ എൻ്റെ 3.5 കോടി ഈ പുള്ളി സോജൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ 50,000 രൂപ നിനക്ക് ഈ പൈസ തരാൻ കഴിവുണ്ടോ എന്ന് അറിയാനായിട്ട് ഇപ്പോൾ തരാം എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ട് 50,000 രൂപ ചേച്ചി ബാങ്കിൽ കൊണ്ട് വെക്കുന്ന പ്രൂഫ് ഉൾപ്പെടെ എനിക്ക് ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. ആ ചേച്ചിയുടെ ആങ്ങളയ്ക്ക് എന്തോ ഒരു മെന്റൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ പോലും ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ലാതെ അത്ര ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി. ആങ്ങളയ്ക്ക് ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അച്ചായൻ വന്നിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് 3.5 കോടി രൂപ കൊടുത്തു. ഞാൻ കേട്ടതിന്റെ വല്ല പ്രശ്നമാണോ? ആണെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരണം. അതായത് പുള്ളിക്കാരി അച്ചായൻ വന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് 3.5 കോടി രൂപ ചോദിച്ചപ്പോഴത്തേക്കിന് അത് കൊടുത്തു. പക്ഷേ സഹോദരന്റെ ചികിത്സയ്ക്ക് പൈസയില്ല. ഈ പൈസ ഇല്ലാത്ത ആൾ എങ്ങനെയാണ് എന്റെ ബോനി ചേച്ചി 3.5 കോടി രൂപ കൊടുക്കുന്നത്? ഈ ലോജിക്ക് കൊണ്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ. ചേച്ചി വരെ പറ്റിച്ച ചേച്ചി എന്നും വിളിച്ചിട്ട് എനിക്ക് അറിയുമായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അറിയാണ്ട് ഇതെന്തോ സത്യം നമുക്ക് അറിയില്ല. ആ സമയത്ത് ഈ പ്രോബ്ലം ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു എന്താ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, എന്താ സംഭവം ചോദിച്ചു. ഈ പുള്ളിക്കാരെ ഞാൻ അറിയാണ്ട് ഇതേ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അന്നോട്ട് ഞാൻ ഈ പുള്ളിയെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരാളെ കള്ളം ഉണ്ടായിട്ടാണല്ലോ അത് മറച്ചു വെക്കാനാണല്ലോ ഈ കാണിക്കുന്നത്. എന്റെ അത് സത്യമാണോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ 3.5 കോടി രൂപ വീട്ടില് സഹോദരന്റെ ചികിത്സയ്ക്ക് പോലും പൈസ ഇല്ലാത്ത ആള് 3.5 കോടി രൂപ കൊടുത്തു പറയുമ്പോ അതെന്താ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് എനിക്ക് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. പക്ഷേ അത് പല പെണ്ണുങ്ങളായിട്ട് കൊണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഒത്തിരിയും പേര് എനിക്ക് പേഴ്സണലി പേര് വെളിപ്പെടുത്തണ്ടെന്ന് വരെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. കാരണം അവർ ഫാമിലിയായിട്ട് ഇപ്പം ജീവിക്കുന്നവരാണ്. അവർക്കൊരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടാക്കാൻ താല്പര്യമില്ല, അവരുടെ ലൈഫ് കളയാൻ അവർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു മോളെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇറങ്ങാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, അവനെ ശരിക്കും പൂട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ അതുപോലെ കളിക്കുന്നു. അവന് നമ്മളായിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ട് നിന്നെ തറാൻ പറ്റിക്കും. അവനെ ഈ അച്ചായനാദി തൊപ്പിയുടെ കൊണ്ട് മാത്രമാണ് ഈ അച്ചായനുള്ള ലെവലിട്ട്, അല്ലെങ്കിൽ അവൻ ഏത് പദവിയിലെത്തിയാനെ എങ്ങനെ അറിഞ്ഞാനെ? അത് ശരിയാണ്. തൊപ്പിയില്ലെങ്കിൽ അച്ചായനെ ആർക്കും അറിയത്തില്ല. ആർക്കും അറിയാത്തൊരു വ്യക്തിയായിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒക്കെ മറ്റേ ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് പുള്ളി അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ പോയേനെ. അപ്പോഴും ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഇതിന്റെ ഇടയ്ക്ക് ഇവർക്ക് മധ്യസ്ഥ പറയാനെ കൊണ്ട് ഇടയ്ക്ക് സംസാരിക്കുന്നു. പിന്നെ തൊപ്പിയുടെ പേരിലാണ് ഈ പറയുന്ന അച്ചായൻ അറിയുന്നത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് അച്ചായൻ ഈ പറയുന്ന പോലെ എല്ലാ ഉടായ്പകളും തരികടയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൊപ്പിക്ക് സ്വാഭാവികമായിട്ടും തൊപ്പിയുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. മറ്റേ ഡ്രഗ് കേസ് വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അച്ചായന്റെ പേരുള്ള ഈ ഒരു വിഷയമൊക്കെയാണെങ്കിലും നേരെ അവസാനം കറങ്ങി തിരിഞ്ഞു വരുന്നത് തൊപ്പിയുടെ തല തന്നെയായിരിക്കും. ഓക്കെ. പിന്നെ ഒരു 3.5 കോടിയുടെയും അല്ലെങ്കിൽ അനിയന് സുഖമില്ലാത്ത അവർക്ക് ചികിത്സയ്ക്ക് ഇല്ലാതെ 3.5 കോടി രൂപ കൊടുത്തെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇതിനകത്ത് കുറെ കോംപ്ലിക്കേഷൻസ് കിടപ്പുണ്ട്. അവരുടെ ജീവൻ തന്നെ ഇത് പേര് പോലും വെളിപ്പെടുത്തില്ല, പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അറിയാം അതിനകത്ത് എന്തൊക്കെയോ ഉടായ്പ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അവിടെ അനിയന്റെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്ത ആൾക്കാർ 3.5 കോടി രൂപ കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ എന്തോന്നല്ല ഇതൊക്കെ. പിന്നെ അത് കുറെ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി ബൈ.